തിരക്കുള്ള സിനിമകളിൽ ഒരുപാട് നേരത്തെ 8 മണി തൊട്ടേ ക്യൂ നിന്നവർ, 10 മണി തൊട്ട് വേറെ സിനിമ ഒഴിവാക്കിയിട്ട് ക്യൂ നിന്നവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വെയിലത്തൊക്കെ നിന്നിട്ട് അകത്ത് നമ്മൾ തിയേറ്റർ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ റിയാക്ഷനാണ്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല സിനിമകളുള്ളപ്പോൾ ഒന്നെങ്കിൽ അത് വലിയ തിയേറ്ററിൽ വയ്ക്കുക. ഇനി അതിന് ഒരു സാങ്കേതിക തടസ്സങ്ങളുണ്ട്, പലപ്പോഴും ഇപ്പോൾ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം ചില തിയേറ്ററുകളിലേക്കാണ് ചില സിനിമകൾ അസൈൻ ചെയ്യുന്നത്, അത് മാറ്റാനായിട്ട് സ്വാഭാവികമായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിസർവേഷൻ ആ സിനിമയ്ക്കെങ്കിലും ഒഴിവാക്കുക. റിസർവേഷന് ആവശ്യമില്ല, ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. എല്ലാവരും ഫസ്റ്റ് കം ഫസ്റ്റ് വന്ന് ക്യൂ നിന്ന് കാണട്ടെ. കാരണം ഇവിടെ അച്ചടക്കത്തോടെ ക്യൂ നിൽക്കുന്നുണ്ട് എല്ലാ തിയേറ്ററിലും ആൾക്കാർ. വളരെ മര്യാദയ്ക്കും മാന്യമായും ഒരു കുഴപ്പമില്ലാതെ വെയിലത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കയറി കാണട്ടെ. കാരണം റിസർവ് ചെയ്തത് ആരാണ്, അവർക്കൊരു മുൻകൈ നേരെ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതാണ് വിഷയം. അപ്പോൾ അല്ലെങ്കിൽ അതിനൊരു കാർഡൊക്കെ കൊടുക്കണം. ഓരോ റിസർവ് ചെയ്തവർക്കും ഒരു ബ്ലൂ കാർഡ്, പിങ്ക് കാർഡ്, ഓരോ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ റിസർവ്ഡ് ആണെന്ന് വയ്ക്കുമ്പോൾ കാർഡ് കാണിച്ചാൽ മതി. മറ്റേത് ഇതെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല സാധനം, അത് വഴക്കാവും അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഒരു സൊല്യൂഷനോട് കൂടി അടുത്ത വർഷം ആലോചിക്കാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ വാളറ്റിനെയൊക്കെ എതിർക്കുന്ന ആൾക്കാരല്ലേ, നമുക്ക് റിസർവേഷൻ ഒഴിവാക്കി കൂടെ, നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ ക്യൂ നിന്ന് കാണാം. ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നടന്നുകൊണ്ട് തന്നെ